നമസ്കാരം. ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് സുതാര്യമായ ആശയവിനിമയവും പൊതുസുരക്ഷയും അത്യന്താപേക്ഷിതമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്ക് തങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുഖാവരണം നിരോധിക്കാനായി നടത്തുന്ന പുതിയ നിയമനിർമ്മാണം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടുകയാണ്. 2018 പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങൾ നിരോധിച്ചതിന് പിന്നാലെ ഈ നിയമം രാജ്യത്തെ സ്കൂളുകളിലേക്കും സർവകലാശാലകളിലേക്കും കൂടി വ്യാപിപ്പിക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ബുർഖ, ഹിജാബ് തുടങ്ങിയ മുഖം പൂർണ്ണമായും മറയ്ക്കുന്ന വസ്ത്രങ്ങൾ വിദ്യാലയങ്ങളിൽ അനുവദിക്കില്ലെന്ന ഈ നിലപാട് കേവലം വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള തർക്കമല്ല, മറിച്ച് സുരക്ഷ, സാമൂഹിക സുതാര്യത, സ്ത്രീ സമത്വം എന്നിവയെ മുൻനിർത്തിയുള്ള ഭരണകൂടത്തിന്റെ ദീർഘവീക്ഷണമായാണ് പ്രകടമാക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങൾ ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സുരക്ഷാപരമായ പ്രശ്നങ്ങളാണ്. ഒരു വ്യക്തിയുടെ മുഖം തിരിച്ചറിയുക എന്നത് ആധുനിക കാലത്തെ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സ്കൂളുകളിലും കോളേജുകളിലും പ്രവേശിക്കുന്ന വ്യക്തികൾ ആരാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആ സ്ഥാപനത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. മുഖം പൂർണ്ണമായും മറയ്ക്കുന്നത് CCTV ക്യാമറകളുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും. പരീക്ഷാ ഹാൾ പോലെയുള്ളയിടങ്ങളിൽ കൃത്രിമങ്ങൾ നടക്കുന്നത് തടയുവാനും വിദ്യാർത്ഥികളെ കൃത്യമായി തിരിച്ചറിയാനും മുഖം തുറന്നിടേണ്ടത് അനിവാര്യമാണ്. വ്യക്തിത്വം മറച്ചു വെച്ചുകൊണ്ട് പൊതു ഇടങ്ങളിൽ സഞ്ചരിക്കുന്നത് കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയും സുരക്ഷാ വിദഗ്ധർ പങ്കുവയ്ക്കുന്നുണ്ട്. ഡെൻമാർക്ക് കുടിയേറ്റ ഏകീകരണ മന്ത്രി റാസ്മസ് സ്റ്റോക്ലണ്ടിന്റെ അഭിപ്രായത്തിൽ ഒരു ക്ലാസ് മുറിയിൽ പഠന പ്രക്രിയ ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ നേരിട്ടുള്ള മുഖാമുഖമുള്ള ബന്ധം ആവശ്യമാണ്. മുഖഭാവങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തത് ആശയവിനിമയത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നു. കൂടാതെ ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സൺ ഉയർത്തിക്കാട്ടുന്ന മറ്റൊരു പ്രധാന വശം സ്ത്രീ പീഡനവും സാമൂഹിക നിയന്ത്രണവുമാണ്. മതപരമായ ആചാരങ്ങളുടെ പേരിൽ സ്ത്രീകൾക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഇത്തരം വസ്ത്രധാരണ രീതികൾ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നുവെന്നും ഇത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണെന്നും സർക്കാർ വിശ്വസിക്കുന്നു. രാജ്യത്തെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ മതവിശ്വാസം തുടരാമെന്നും എന്നാൽ ജനാധിപത്യത്തിനാണ് മുൻഗണന നൽകേണ്ടതെന്നും പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞു. ഡെൻമാർക്കിന് പുറമെ ഓസ്ട്രിയ പോലെയുള്ള രാജ്യങ്ങളും സമാനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് യൂറോപ്പിൽ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ സൂചിപ്പിക്കുന്നു. സ്കൂളുകളിൽ പ്രാർത്ഥനാ മുറികൾ ഒഴിവാക്കുന്നതും മുഖാവരണം നിരോധിക്കുന്നതും കുടിയേറ്റ വിഭാഗങ്ങളെ ഡാനിഷ് സമൂഹവുമായി കൂടുതൽ ഇണക്കിച്ചേർക്കുവാൻ സഹായിക്കുമെന്നാണ് അനുകൂലിക്കുന്നവരുടെ വാദം. ഒളിഞ്ഞിരിക്കുന്ന സുരക്ഷാ ഭീഷണികൾ ഒഴിവാക്കുന്നതിനും വിദ്യാഭ്യാസ മേഖലയിലെ ലിംഗസമത്വം ഉറപ്പാക്കുന്നതിനും ഇത്തരം നിയമങ്ങൾ സഹായകമാകുമെന്ന് സർക്കാർ കരുതുന്നു. 2026 പൂർണ്ണമായും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ നിയമം വസ്ത്രധാരണത്തിലെ സുതാര്യതയിലൂടെ ഒരു സുരക്ഷിതവും ഏകോപിതവുമായ സമൂഹം കെട്ടിപ്പടുക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.